السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം പറയാനും അങ്ങനെ ചിന്തിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം മുസ്ലിം സ്ത്രീകൾ ജുമുഅക്കോ ജമാഅത്തിനോ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് ഇസ്ലാമികമായിട്ടുള്ള നയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചത് എന്താണ്? ഇതാണല്ലോ നമുക്ക് മുസ്ലിങ്ങളായ നമുക്ക് ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനോ വിശുദ്ധ പ്രവാചകരോ അവരുടെ വിശുദ്ധ അനുയായികളാകുന്ന സ്വഹാബാക്കൾ അവരൊക്കെ പറഞ്ഞതാണ് ദീനിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രമാണങ്ങളെ പഠിച്ചു നോക്കിയാൽ മുസ്ലിം സ്ത്രീകളുടെ ആരാധനയുടെ ഇടം, അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരം എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. അതിലാർക്കും ഒരു തർക്കവുമില്ല. 5 വക്ത് നിസ്കാരം ളുഹറാവട്ടെ, അസറാവട്ടെ, മഗ്രിബാവട്ടെ, ഇഷാവട്ടെ, സുബഹിയാവട്ടെ, അതിൻ്റെ സമയവും അതിൻ്റെ റക്അത്തുകളുടെ എണ്ണവും എല്ലാം ഒരുപോലെ എല്ലാവർക്കും നിയമമാണ്. പക്ഷേ എന്താണ് ഇസ്ലാമിൻ്റെ നിയമം? അവിടെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷൻ തൻ്റെ പ്രദേശത്തുള്ള പള്ളിയിൽ ജമാഅത്തിന് ഹാജരായിക്കൊള്ളണം. അവിടെ ഒരു ജമാഅത്തും നടക്കാതിരുന്നാൽ, ആ ഒരു ഖറിയയിൽ, ആ ഒരു മഹല്ലത്തിൽ ഒരു വക്ത് ജമാഅത്ത് നടന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവിടെയുള്ള പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്ക് അവിടെ കൽപ്പനയില്ല. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അതിൻ്റെ ബാധ്യത വരുന്നില്ല? സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കലാണ്. എത്രത്തോളം ഹദീസുകൾ പറഞ്ഞു. സ്ത്രീകളെ ഖൈറു മസാജിദി നിസായി ഖൗറു ബുയൂത്തിഹിന്ന, അവരുടെ വീടിൻ്റെ ഉള്ളാണ് അവരുടെ നിസ്കാരത്തിൻ്റെ സ്ഥലം. എന്നാൽ ജുമുഅ അവൾക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. സ്ത്രീക്ക് ജുമുഅ ഇല്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒന്നും കൂടെ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ജുമുഅ സ്ത്രീകൾക്ക് ഇല്ല എന്നാണ്. അതിനെന്താ ഖുർആൻ പറഞ്ഞത്, ഹദീസ് പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് ജുമുഅക്ക് പോകാനുള്ള ഒരു പ്രമാണം ഖുർആനിലോ ഹദീസിലോ നമുക്ക് കണ്ടെത്താൻ കഴിയൂല. കണ്ടെത്തിയവരുണ്ടേ പറയട്ടെ. 1400 വർഷങ്ങൾക്ക് അപ്പുറം മുതലുള്ള ചരിത്രങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടുണ്ട്, സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല എന്ന്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി 1067 ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. എണ്ണങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഈ ഹദീസിൻ്റെ നമ്പർ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഓരോ ഗ്രന്ഥങ്ങളുടെയും മറ്റുമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്നൊരു ഹദീസിൽ കാണാം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് താരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു.
ആ മഹാനുഭാവൻ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ജുമുഅത്തു ഹഖ്കുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅ. ജുമുഅ എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും അത് ജമാഅത്തായിട്ട് നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ്. ഓരോരുത്തരുടെയും മേലത് ഫർദാണ്, എല്ലാ മുസ്ലിങ്ങളുടെ മേലും. ഹദീസ് കഴിഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല, അത് ശേഷം കൂടെ വായിക്കണം. ഇല്ലാ അർബഅ, ഹദീസിൻ്റെ ബാക്കിയാണ്. 4 വിഭാഗം ആളുകൾ ഒഴിച്ച് 4 വിഭാഗം ആളുകളല്ലാത്ത എല്ലാവർക്കും ജുമുഅ നിർബന്ധമായ ബാധ്യതയാണ്. അതവർ ജമാഅത്തായിട്ട് തന്നെ നിർവഹിച്ചോളും. വീട്ടിൽ നിന്ന് നിർവഹിച്ചാൽ പോരാ, അവർ ജമാഅത്തായി നിർവഹിച്ചോളണം. ആരാണ് ജുമുഅ നിർബന്ധമില്ലാത്ത 4 വിഭാഗം? ഒന്ന് അബ്ദും മംലൂക്കുൻ, അടിമ. അടിമക്ക് ജുമുഅ നിർബന്ധമല്ല. പക്ഷേ അടിമ സ്വതന്ത്രനായി ആ സ്വാതന്ത്ര്യം നേടിയാൽ അയാൾക്ക് ജുമുഅ നിർബന്ധമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് അവിമ്രാറ്റുൻ, സ്ത്രീയാണ്. സ്ത്രീക്കും ജുമുഅ നിർബന്ധമല്ല. പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് മാറൂല. സ്ത്രീ ഇനി അഥവാ ഒരു സ്ത്രീ പുരുഷനായാലും ജുമുഅ നിർബന്ധമാണ്. ഔ സ്വബിയുൻ, കുട്ടിക്കും ജുമുഅ നിർബന്ധമല്ല. കുട്ടി വലുതായാൽ, വലിയ ആളായാൽ, പ്രായപൂർത്തിയെത്തിയാൽ, മുക്കല്ലഫായാൽ ജുമുഅ നിർബന്ധമുണ്ട്. ഔ മരീദ്, രോഗിയുടെ രോഗം സുഖമായാൽ, അഥവാ ജുമുഅക്ക് വരാനുള്ള തടസ്സമുള്ള രോഗങ്ങൾ, വല്ല പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ അത്രയും നടക്കാനോ പോകാനോ ബുദ്ധിമുട്ടുള്ള ആ ഒരു രോഗം, ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് അതിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു രോഗി, അതായത് ജുമുഅക്ക് തടസ്സമുള്ള, ജുമുഅക്ക് വിട്ടുവീഴ്ചയുള്ള രോഗി, ആ രോഗിക്കും ജുമുഅ നിർബന്ധം ഇല്ല. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഇതിൽ അല്ലാഹു തആല, അള്ളാഹിൻ്റെ റസൂൽ സ്ത്രീകളെ ഒഴിവാക്കി. എന്തേ സ്ത്രീകളെ ജുമുഅയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയത്? ഒരു പൊതുവായ ഒരു സ്ഥലങ്ങളിൽ ചെന്നിട്ട്, പള്ളികളിൽ ചെന്നിട്ട് ജുമുഅ നിർവഹിക്കേണ്ട, അതിൽ പങ്കാളികളാവേണ്ട ഒരു സാഹചര്യം സ്ത്രീക്കില്ല. അത് സ്ത്രീയോടുള്ള ഒരു വെറുപ്പിൻ്റെ പേരിലോ, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന വർഗം ഒരു ഐത്തമായതിൻ്റെ പേരിലോ, അവർ പള്ളിയിലേക്ക് വന്നാൽ പള്ളി അശുദ്ധമാണ് എന്നുള്ള ചിന്താഗതി കൊണ്ടൊന്നും അല്ല. അങ്ങനെ ഒരു ചിന്താഗതിയെ ഇസ്ലാം ഇല്ല. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം, ആവശ്യമുണ്ടെങ്കിൽ. ജുമുഅക്ക് വരേണ്ടതില്ല, നിസ്കാരത്തിന് ജമാഅത്തിന് വരേണ്ടതില്ല. ഏത് പള്ളിയിലേക്കാണ് സ്ത്രീ പോകേണ്ടത്? പരിശുദ്ധ മക്കയിലെ ഹറം പള്ളി. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക എന്ന് പറഞ്ഞ ആ വിശുദ്ധ കഅബ ഷരീഫിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മസ്ജിദുൽ ഹറാം, കഅബ ഷരീഫിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പള്ളിക്ക് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നു. ആ പള്ളിയിലേക്ക് പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ജുമുഅയിൽ പങ്കെടുക്കേണ്ടി വരും. എപ്പോൾ? ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം. ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രധാനപ്പെട്ട ഒരു ഫർളാണ് തവാഫ് ചെയ്യാന്നുള്ള. അത് കഅബയിലല്ലേ, കഅബാലയത്തെ ചുറ്റണമല്ലോ. അത് കഅബ ഷരീഫിൻ്റെ മുറ്റത്താവണം, അത് മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലാവണം. പള്ളിൻ്റെ പുറത്ത് ചുറ്റിയാൽ അത് തവാഫ് ആവില്ലല്ലോ. അപ്പോൾ പള്ളിയിലേക്ക് ആ തവാഫിന് സ്ത്രീകൾ പോകുമ്പോൾ, തവാഫിൻ്റെ ഇടയിൽ നിസ്കാരത്തിൻ്റെ സമയം വന്നാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഗവൺമെൻറ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും. ബാബുൽ ഉംറ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഏരിയയാണ്. തവാഫിൻ്റെ സമയത്ത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് ഒരു ചെറിയ ഒരു മെസ്സേജ് മൈക്കിലൂടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും, ഒരു ശബ്ദം. അതിൻ്റെ അർത്ഥം
തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ആ ഭാഗത്തേക്കാക്കാൻ അവിടുത്തെ സൈന്യത്തിനും അവിടുത്തെ മുത്തവ്വമാർക്കുമൊക്കെയുള്ള നിർദ്ദേശമാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. പിന്നെ അവിടെ സൊഫ് ഇങ്ങനെ തുടങ്ങലാണ്. ആ മുട്ട് വന്നാൽ സൊഫ് ഇങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങും. തവാഫ് ഇങ്ങനെ നടക്കും, ബേക്ക് ഭാഗത്തിലൂടെ തവാഫ് ഇങ്ങനെ നടക്കും, സൊഫ് ഇങ്ങനെ അതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് സ്ത്രീ വാശി പിടിച്ച് ഞാൻ റൂമിൽ പോയി നിസ്കരിക്കുകയാണെന്ന് പറയേണ്ടതില്ല. കാരണം അവിടെ റൂമിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ഈ സ്ത്രീ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു പ്രയാസം, അപ്പോൾ സ്ത്രീക്ക് അവിടെ നിസ്കരിക്കാം, ആ ഏരിയയിൽ നിസ്കരിക്കാം. ആ സമയത്ത് അവർ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാണ്. എന്ന പോലെ അങ്ങനെ തന്നെയാണ് മസ്ജിദുൻ നബവിയിലും. മസ്ജിദുൻ നബവിയിൽ റൗള സിയാറത്ത് സ്ത്രീകൾക്കുമുണ്ടല്ലോ. മാബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തോപ്പ്, ആ തോപ്പിൽ അവർക്കും നിസ്കരിക്കണ്ടേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് അതിൻ്റേതായ ഒരു ഏരിയ മദീനയിലും ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ സാധ്യമാകുന്നത്. ഇവിടങ്ങളിലൊന്നും സ്ത്രീകളോടുള്ള ഒരു അയിത്തം അല്ല മറ്റു പള്ളികളിൽ നിന്ന് ആ സ്ത്രീകൾ വിലക്കപ്പെടാനുണ്ടായ കാരണം. ഇനി യാത്ര പോകുന്ന സ്ത്രീകൾ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതി പോലത്തെ, അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക്, അതുപോലെ യൂണിവേഴ്സിറ്റികളിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യേണ്ടി വരും, പഠിക്കുന്ന സ്ത്രീകൾക്ക് യാത്ര ചെയ്യേണ്ടി വരും, സ്വാഭാവികമാണ്. ആ സമയങ്ങളിലൊക്കെ അവർക്ക് നിസ്കരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങൾ പൊതുവേ നിസ്കാരം എവിടെന്നോ ആക്കാമല്ലോ. ഭൂമി ശുദ്ധിയുള്ളതാണ്. നജസ് നമ്മൾ കാണുമ്പോൾ അത് മാറ്റിയാൽ അത് പിന്നീട് ശുദ്ധിയുള്ള സ്ഥലമാണ്. നമ്മുടെ മദ്ഹബ് അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ഭൂമിയെല്ലാം അശുദ്ധമല്ലല്ലോ. അതുകൊണ്ട് ഒരു മറയുള്ള സ്ഥലത്ത്, അന്യപുരുഷന്മാർ കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവർക്ക് നിസ്കരിക്കാം. അവരുടെ വീട്ടിൽ വന്നിട്ടേ നിസ്കരിക്കൂ എന്ന് വാശി പിടിച്ചാൽ അവർക്ക് ആ നിസ്കാരം കളാകുമല്ലോ. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സ്ത്രീകളോട് അതൊരു ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു കൾച്ചറൊന്നും അല്ലാതെ. നമ്മുടെ നാടുകളിലൊക്കെ ഓരോ നാടുകളിലും പുരുഷന്മാർ പള്ളിയിലൊന്നും ജമാഅത്തായി നിസ്കരിക്കുന്ന പോലെ സ്ത്രീകളും ഇങ്ങനെ അവരവരുടെ വീട്ടിൽ ആ പള്ളിൻ്റെ പരിസരത്തുള്ള ആളുകളൊക്കെ ഈ പള്ളിയിൽ വന്നിങ്ങനെ നിസ്കരിക്കുന്നത്, ആ ഒരു കൾച്ചർ അതൊരു ശരിയായ കൾച്ചർ ആവുകയില്ല. ആരാ പറഞ്ഞത്? നമ്മളൊന്നുമല്ല പറഞ്ഞത്, മുൻഗാമികളായ മഹാന്മാരായ ആളുകൾ. എന്താ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മക്കളോ ഭാര്യമാരോ ഒരു ജുമുഅക്കോ ജമാഅത്തിനോ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്നാണോ? അത്ര വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. ഇൽമിനു വേണ്ടി വലിയ അധ്വാനം നടത്തിയ മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇൽമിൻ്റെ ബഹ്റാണ്. ആ മഹാനുഭാവനാണ് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലോകത്തെല്ലാവരും പറയുന്നു. എന്നാൽ ഹദീസുകൾ ചിലപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തംനഉ നിസാഅക്കുമുൽ മസാജിദ. അള്ളാഹ് പള്ളികളെ തൊട്ട് നിങ്ങൾ സ്ത്രീകളെ തടയരുത്. എന്നിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഏറ്റവും ഉത്തമം.
തടയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോകണം എന്നാണ്. ഈ ഒരു സ്ത്രീക്ക് പള്ളിയിലേക്ക് ചെല്ലണം എന്ന് ആ സ്ത്രീൻ്റെ ആവശ്യങ്ങൾ അറിയാൻ യുദ്ധ പോലത്തെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വത്തവകാശം പോലത്തെ കാര്യങ്ങളിലേക്ക് മതപരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ അതിൻ്റെ ബന്ധപ്പെട്ട മഹല്ല് ഖാദിയെ കാണാൻ സ്ത്രീകൾക്ക് പോകേണ്ടി വരും, മതവിധി അന്വേഷിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അവർക്ക് പള്ളിയിലേക്ക് ചെല്ലാം, വിരോധമില്ല. പക്ഷെ നിസ്കാരം ബുയുത്തുഹുന്ന ഖൈറുല്ല, അത് അവരുടെ വീടുകളിൽ വെച്ചിട്ടാണ് നിസ്കരിക്കൽ ഏറ്റവും നല്ലത്. റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ച സ്വഹാബി വനിതയോട് മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത്? നിന്റെ വീടിൻ്റെ ഏറ്റവും ഉള്ളുണ്ടല്ലോ, നീയും നിന്റെ ഭർത്താവ് മാത്രം താമസിക്കുന്ന ആ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിന്റെ വീട്ടിൻ്റെ മറ്റു റൂമിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫാത്തിമ ബി ഏതെങ്കിലും ജുമുഅക്ക് പോയതായിട്ട് ഹദീസിലുണ്ടോ? ആയിഷ റളിയല്ലാഹു ഏതെങ്കിലും ജുമുഅക്ക് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എവിടുന്ന് ഏതൊരു ആരുണ്ടാക്കിയ കൾച്ചറാണ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത്? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളി ഉത്തമമല്ല എന്ന് പഠിപ്പിച്ചത് മുൻഗാമികളാണ്. എന്നാലും ഇപ്പോഴും നമ്മൾ പറയുന്നു, നമ്മുടെ നാടുകളിലെ പള്ളികളിൽ നിന്ന് സ്ത്രീകളെ തടയപ്പെടുന്നത് അവരെ എന്തെങ്കിലും തരത്തിൽ അവരെ നിന്ദിച്ചത് കൊണ്ടല്ല എന്നുള്ളതാണ്. ഏത് മുസ്ലിം സ്ത്രീയാണ് ഞങ്ങൾക്ക് പള്ളി നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടാറുള്ളത്? ഒരാളും ആവശ്യപ്പെടുന്നില്ല. ഏതെങ്കിലുമൊക്കെ ചാനലിൻ്റെ ആളുകളോ മറ്റോ ചോദിക്കുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൾച്ചറാണെന്നും പറയണ്ട, അത് ഞങ്ങളെ മതപരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതിൽ പക്വതയോടുകൂടെ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് ചെല്ലുന്നവരും ചാനലുകാരെ സമീപിക്കുന്നവരും അല്ലെങ്കിൽ ചാനലുകാർ ഇങ്ങോട്ട് സമീപിക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിലൂടെ മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വിവാദമാക്കേണ്ട ഒരു കാര്യവും അല്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മദ്ഹബുകളും അതിൻ്റെ ഫിഖ്ഹിയായ വശങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എന്തിനാണ് പറയുന്നു? പുതിയ ചിന്താഗതിക്കാർക്ക്, സുന്നികളല്ലാത്ത ആളുകൾ, മുജാഹിദ് ജമാഅത്ത് പോലത്തെ ആളുകൾക്കൊക്കെ സ്വീകാര്യനായ സൗദിയിലെ മുഫ്തിയായ ഇബ്നു ബാസ് പോലും പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. മക്കയിലെയും മദീനയുടെയും ഇമാമുമാരുടെ ചീഫ് ഇമാം സുദൈസ് അവർ പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ കാണാം. അവർ സ്ത്രീകളെ പള്ളിയിൽ വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി നിരുത്സാഹപ്പെടുത്തുകയാണ്. അച്ചടക്കമില്ലാതെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സ്ത്രീ നിസ്കരിക്കാൻ എന്ന പേരിൽ വരികയും അങ്ങനെ പള്ളിയുടെ മുറ്റത്തുമൊക്കെ കൂട്ടം കൂടിയിരിക്കുകയും ഹറമിൻ്റെ മുറ്റത്തൊക്കെ കൂട്ടം കൂടിയിരുന്ന് തമാശ പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനെ ഇമാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറ്റൊരു കാര്യങ്ങളുമായിട്ട് പിന്നീട് വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.